ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള രണ്ട് സുഹൃത്തുക്കൾ ഷൊഹൈബും ചന്ദനും സമൂഹത്തിൽ തങ്ങൾ നേരിടുന്ന വിവേചനങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പോലീസ് യൂണിഫോം സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പരീക്ഷാഫലം വൈകുന്നതും പിന്നീടുണ്ടാകുന്ന കോവിഡ് ലോക്ക്ഡൗണും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. മസാൻ എന്ന സിനിമയ്ക്ക് ശേഷം നീരജ് ഗേവാൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമാണ് 2025 ഇറങ്ങിയ ഹോം ബൗണ്ട്. ഇഷാൻ ഖത്തർ, ബിശാൽ ജദ്വ, ശാലിനി വത്സ എന്നിവരുടെ അസാധ്യ പ്രകടനം. 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റിയ ഈ ചിത്രം 2026 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി കൂടിയാണ്. ലോക്ക്ഡൗൺ കാലത്ത് ജോലി നഷ്ടപ്പെട്ട കുടിയേറ്റ തൊഴിലാളികളുടെ അതിജീവനവും സിനിമയുടെ കാതലാവുന്നു. ഒരു സിനിമ എന്നതിലുപരി ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥിതിയുടെ നേർക്കാഴ്ച കൂടിയാണ് ഹോം ബൗണ്ട്. ജാതി, മതം എന്നീ വിവേചനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നും ചിത്രം തുറന്നു കാട്ടുന്നു. ചിത്രത്തിൽ നായകൻ ചന്ദൻ്റെ അമ്മയുടെ വിണ്ടുകീറിയ പാദങ്ങൾ സിനിമയുടെ ആത്മാവിനെ തൊട്ടു നിൽക്കുന്നു. തൻ്റെ കുടുംബത്തിനു വേണ്ടി അവർ നടത്തുന്ന കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അടയാളമായാണ് സിനിമയിൽ ഇത് കാണിക്കുന്നത്. ഒരു പോലീസ് ജോലി കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നായി ചന്ദൻ കരുതുന്നത് തൻ്റെ അമ്മയുടെ കാൽപാദങ്ങളിൽ പുരട്ടാൻ മരുന്നും അവർക്ക് നല്ലൊരു ജോഡി ചെരുപ്പും വാങ്ങി നൽകുക എന്നതാണ്. ചിത്രത്തിൽ ഓരോ തവണ മുഴുവൻ പേര് ചോദിക്കുന്നതിലൂടെയും താഴ്ന്ന ജാതിയിൽ ജനിച്ചതിനാൽ അവഗണനകൾ ഭയന്ന് ആപ്ലിക്കേഷനിലും മറ്റും ജനറൽ കാറ്റഗറി ശരിയിടേണ്ടി വരുന്ന ചന്ദൻ്റെ അവസ്ഥയിലൂടെയും ഒരു മുസ്ലിം വ്യക്തിക്ക് തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്ന സൊഹൈബിലൂടെയും എല്ലാം മതേതര ഇന്ത്യ എന്ന സ്വപ്നം എത്ര വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നും അകലെയാണെന്നും ഈ സിനിമ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സിനിമ അവസാനിക്കുമ്പോഴും ആ വിണ്ടുകീറിയ പാദങ്ങളും ചന്ദൻ്റെ പൂർത്തിയാകാത്ത സ്വപ്നങ്ങളും നമ്മുടെ ഉള്ളിൽ ഒരു മാറാത്ത വിങ്ങലെ അവശേഷിക്കും. കൊമേഴ്ഷ്യൽ സിനിമയ്ക്കപ്പുറം ഇന്ത്യൻ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കാണിക്കുന്ന കണ്ടിരിക്കേണ്ട സിനിമയാണ് ഹോം ബൗണ്ട്.